ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ PSCയുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഡോക്ടർ SK വസന്തൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശോഭിക്കുന്നവരുടെ സുവിശേഷം. ഇപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഡോക്ടർ SK വസന്തൻ്റെ കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ നടന്ന വഴികൾ, നിരൂപകൻ്റെ വായന, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ഡോക്ടർ SK വസന്തൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ നടന്ന വഴികൾ, നിരൂപകൻ്റെ വായന, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്നിവ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫെർഡിനാൻഡ് ഡി ലെപ്സസ് ആണ് സൂയസ് കനാലിൻ്റെ ശില്പി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ ഇതിനെ ദേശസാൽക്കരിച്ചു. ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നു. സൂയസ് കനാലിൻ്റെ ശില്പി ഫെർഡിനാൻഡ് ഡി ലെപ്സസ് ആണ്. ഫെർഡിനാൻഡ് ഡി ലെപ്സസ് ആണ് സൂയസ് കനാലിൻ്റെ ശില്പി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ചു. സൂയസ് കനാലിനെ ദേശസാൽക്കരിച്ചത് ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസറാണ്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നു. സൂയസ് കനാൽ ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അവതാർ എന്ന സയൻസ് ഫിക്ഷൻ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജെയിംസ് കാമറൂൺ. ജെയിംസ് കാമറൂണാണ് അവതാർ എന്ന സയൻസ് ഫിക്ഷൻ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. അവതാർ എന്ന സയൻസ് ഫിക്ഷൻ ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ജെയിംസ് കാമറൂൺ ആണ്. അടുത്ത ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. അവയെ ആദ്യം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, കാസാബ്ലാങ്ക സമ്മേളനം, ടെഹ്റാൻ യോഗം, ഡംബാർട്ടൺ ഓക്സ് സമ്മേളനം, യാൾട്ട കോൺഫറൻസ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ്. ആദ്യം നടന്നത് കാസാബ്ലാങ്ക സമ്മേളനം, രണ്ടാമത് ടെഹ്റാൻ യോഗം, മൂന്നാമത് ഡംബാർട്ടൺ ഓക്സ് സമ്മേളനം, നാലാമത് യാൾട്ട കോൺഫറൻസ്. അപ്പോൾ ആദ്യം നടന്നത് കാസാബ്ലാങ്ക സമ്മേളനം, രണ്ടാമത് ടെഹ്റാൻ യോഗം, മൂന്നാമത് ഡംബാർട്ടൺ ഓക്സ് സമ്മേളനം, നാലാമത് യാൾട്ട കോൺഫറൻസ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ നൽകിയവയിൽ പഞ്ചായത്തി രാജുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. പഞ്ചായത്ത് രാജുമായി ബന്ധമുള്ള കമ്മിറ്റികൾ ഏതൊക്കെയെന്ന് നോക്കാം. LM സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജുമായി ബന്ധമുള്ള കമ്മിറ്റികളാണ് LM സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി എന്നിവയാണ് പഞ്ചായത്ത് രാജുമായി ബന്ധമുള്ള കമ്മിറ്റികൾ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആയിരത്തി 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്, സബ്സിഡറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ, ഓഗസ്റ്റ് ഓഫർ ലിൻലിത്ഗോ. 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹാസ്റ്റിങ്സ്, സബ്സിഡറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ, ഓഗസ്റ്റ് ഓഫർ വെല്ലസ്ലി. ഒന്നുകൂടി നോക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിങ്സ്, സബ്സിഡറി അലയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ, ഓഗസ്റ്റ് ഓഫർ ലിൻലിത്ഗോ. അടുത്ത ചോദ്യം നോക്കാം. ചിനക്കത്തൂർ പൂരത്തിന് വേദിയാവുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പാലക്കാട്.
പാലക്കാടാണ് ചിനക്കത്തൂർ പൂരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല. ചിനക്കത്തൂർ പൂരത്തിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് ചിനക്കത്തൂർ പൂരം നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഏതു കായിക മേഖലയുമായി ബന്ധപ്പെട്ട മികവിനാണ് മലയാളിയായ ഇ ഭാസ്കരന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കബഡി. കബഡിയുമായി ബന്ധപ്പെട്ട മികവിനാണ് മലയാളിയായ ഇ ഭാസ്കരന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. മലയാളിയായ ഇ ഭാസ്കരന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് കബഡിയിലെ മികവിനാണ്. കബഡിയിലെ മികവിനാണ് മലയാളിയായ ഇ ഭാസ്കരന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1974 രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1974 രൂപീകരിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1974 രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തെക്കുറിച്ച് പഠിച്ച സമിതിയാണ് മഹാജൻ കമ്മീഷൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്ര, കർണാടക. മഹാരാഷ്ട്രയും കർണാടകയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെക്കുറിച്ച് പഠിച്ച സമിതിയാണ് മഹാജൻ കമ്മീഷൻ. മഹാജൻ കമ്മീഷൻ മഹാരാഷ്ട്രയും കർണാടകയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെക്കുറിച്ച് പഠിച്ച സമിതിയാണ്. അടുത്ത ചോദ്യം. കേരള വനിതാ കമ്മീഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ തെറ്റാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരള വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ കേരള വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഒരാൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളിൽ ഒരാൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരായിരിക്കും. ഓരോ അംഗത്തെയും 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. കേരള വനിതാ കമ്മീഷനിലെ ഓരോ അംഗത്തെയും 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. കേരള വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഒരാൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരായിരിക്കും. ഓരോ അംഗത്തെയും 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കീടനാശിനികളുടെ പാക്കറ്റിലെ മഞ്ഞ ത്രികോണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കൂടിയ വിഷം. കീടനാശിനികളുടെ പാക്കറ്റിലെ മഞ്ഞ ത്രികോണം കൂടിയ വിഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂടിയ വിഷത്തെയാണ് കീടനാശിനികളുടെ പാക്കറ്റിലെ മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭൂമിയുടെ പരിക്രമണതലത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പരിക്രമണതലം ചരിഞ്ഞതുകൊണ്ടാണ്. ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല. കാരണം ഭൂമിയുടെ പരിക്രമണതലത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പരിക്രമണതലം ചരിഞ്ഞതുകൊണ്ടാണ്. ഭൂമിയുടെ പരിക്രമണതലത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പരിക്രമണതലം ചരിഞ്ഞുകൊണ്ടാണ് ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകാത്തത്. ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകാത്തതിന് കാരണം ഭൂമിയുടെ പരിക്രമണതലത്തിൽ നിന്നും ചന്ദ്രൻ്റെ പരിക്രമണതലം ചരിഞ്ഞതുകൊണ്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് മ്യൂസിയം. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തതാണ് മ്യൂസിയം. സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അളവ് തൂക്കം, വനം, വിദ്യാഭ്യാസം. അളവ് തൂക്കം, വനം, വിദ്യാഭ്യാസം എന്നിവയാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അളവ് തൂക്കം, വനം, വിദ്യാഭ്യാസം എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. സമുദ്ര പഠനത്തിനായി ഇന്ത്യ ഏത് വിദേശ രാജ്യവുമായി സഹകരിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് സരൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ്. ഇന്ത്യ ഫ്രാൻസുമായി
സഹകരിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് സരൾ. ഇന്ത്യ സമുദ്ര പഠനത്തിനായി ഫ്രാൻസുമായി സഹകരിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് സരൾ. അപ്പോൾ സരൾ എന്നത് ഇന്ത്യയും ഫ്രാൻസും സമുദ്ര പഠനത്തിനായി സഹകരിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ്. ഇന്ത്യയും ഫ്രാൻസും സമുദ്ര പഠനത്തിനായി സഹകരിച്ച് വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം സരൾ. അടുത്ത ചോദ്യം നോക്കാം. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാലത്ത് ഇന്ത്യയിലെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, സി സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാലത്ത് ഇന്ത്യയിലെ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാലത്ത് ഇന്ത്യയിലെ കേന്ദ്ര കൃഷി മന്ത്രി. അടുത്ത ചോദ്യം നോക്കാം. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷ മണ്ഡലത്തിലാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. അടുത്ത ചോദ്യം. വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏജൻസി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, UNWTO. UNWTO ആണ് വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏജൻസി. വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏജൻസി UNWTO ആണ്. UNWTO ആണ് വിനോദസഞ്ചാര മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏജൻസി. അടുത്ത ചോദ്യം നോക്കാം. 1955 ബന്ദൂങ് സമ്മേളനം ഏത് സംഘടനയുടെ പിറവിക്കാണ് കാരണമായത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചേരിചേരാ പ്രസ്ഥാനം. 1955 ബന്ദൂങ് സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പിറവിക്കാണ് കാരണമായത്. 1955 ബന്ദൂങ് സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പിറവിക്കാണ് കാരണമായത്. അടുത്ത ചോദ്യം നോക്കാം. 1917 എവിടെ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആനി ബെസന്റ് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷയായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. 1917 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആനി ബെസന്റ് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷയായത്. ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷയായത് 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ്. 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് ആനി ബെസന്റ് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷയായത്. അടുത്ത ചോദ്യം നോക്കാം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആൻറ്റോയിൻ ലാവോസിയെ. ആൻറ്റോയിൻ ലാവോസിയെയാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആൻറ്റോയിൻ ലാവോസിയെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏത് അംഗത്തിൻ്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി എത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, DP ഖെയ്താൻ. DP ഖെയ്താൻ്റെ മരണത്തെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് TT കൃഷ്ണമാചാരി പകരക്കാരനായി എത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ DP ഖെയ്താൻ്റെ മരണത്തെ തുടർന്നാണ് TT കൃഷ്ണമാചാരി പകരക്കാരനായി എത്തിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ TT കൃഷ്ണമാചാരി DP ഖെയ്താൻ്റെ മരണത്തെ തുടർന്നാണ് പകരക്കാരനായി എത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ ഏത് സംസ്ഥാനത്താണ് പഹാരി ഭാഷ നിലവിലുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് പഹാരി ഭാഷ നിലവിലുള്ളത്. പഹാരി ഭാഷ നിലവിലുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിലവിലുള്ള ഭാഷയാണ് പഹാരി. അടുത്ത ചോദ്യം. ഗാഡ്ഗിൽ കമ്മീഷൻ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കസ്തൂരി രംഗൻ. ഗാഡ്ഗിൽ കമ്മീഷൻ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലായിരുന്നു. കസ്തൂരി രംഗൻ്റെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പാണ്
ഗാഡ്ഗിൽ കമ്മീഷൻ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയത്? അടുത്ത ചോദ്യം, അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് മധു. അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള നടൻ മധുവാണ്. മധുവാണ് അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ സാത് ഹിന്ദുസ്ഥാനിയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള നടൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.